എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രെയറിന് ശേഷം വിശ്വാസിയുടെ 40 ലക്ഷം രൂപയുമായിട്ട് കടന്നു കളഞ്ഞ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഒരു കള്ള പാസ്റ്ററെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ആ വീഡിയോ കണ്ടിട്ട് ബാംഗ്ലൂരിൽ നിന്നും ഒരു ദൈവദാസൻ എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി. ഈ പറ്റിക്കപ്പെട്ട വ്യക്തി, അതായത് ഏത് വ്യക്തിയുടെയാണോ പൈസ ഈ ഹരിപ്രസാദ് അടിച്ചു മാറ്റിയത്, ആ വ്യക്തിയെ നന്നായിട്ട് അറിയുകയും ഇദ്ദേഹത്തിൻ്റെ ചർച്ചിൽ അദ്ദേഹം പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പാസ്റ്റർ എന്നെ ഇന്നലെ വിളിക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ബാംഗ്ലൂരുള്ള ഒരു വലിയ ചർച്ചിൽ ഇവർ പോയിക്കൊണ്ടിരുന്ന വിശ്വാസികളായിരുന്നു ഈ പറ്റിക്കപ്പെട്ട കുടുംബം. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒരു മോനുണ്ട്. മോൻ വിദേശത്താണ്. അപ്പോൾ ഈ ഭാര്യ നേഴ്സാണ്. പിന്നെ ഇദ്ദേഹത്തിന് എന്തോ ബിസിനസ്സാണോ ജോലിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓക്കെ, അങ്ങനെ എന്തായാലും ഇവർ ഒരു നല്ല കുടുംബമാണ്. ഇവർ ബാംഗ്ലൂരുള്ള ഒരു വലിയ സഭയിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. അതിനുശേഷം ഇവർ ഇടയ്ക്ക് എന്നെ ഇന്നലെ വിളിച്ച പാസ്റ്ററും ഈ വലിയ ചർച്ചിന് ഒരു ബ്രാഞ്ച് സഭയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിലും പോവുകയും അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമൊക്കെ സൂക്ഷിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇവർ പാസ്റ്ററും കുടുംബമൊന്നുമല്ല. ഈ പറ്റിക്കപ്പെട്ട വ്യക്തി അങ്ങനെയൊക്കെ എവിടെയൊക്കെ യൂട്യൂബ് ചാനലുകളിൽ കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞു, അവർ പാസ്റ്ററൊന്നുമില്ല, അവർ സദാ വിശ്വാസികളാണ്. പക്ഷെ അവരൊരു നല്ല കുടുംബമാണ്, നല്ല കൃപയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അവർ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരല്ല. ഇദ്ദേഹം അവരെ വളരെ വളരെ ഇദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് വെച്ച് അവരെ വീഴ്ത്തി കളഞ്ഞതാണ്. ഇവരിനി പൈസ ഇരട്ടിപ്പിച്ച് കിട്ടുമെന്ന് വിചാരിച്ചോട്ടൊന്നും കൊടുത്തതല്ല. ഇവരുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, ഇവർ ബാംഗ്ലൂരിൽ നിന്നും അവിടുത്തെ ജീവിതം മതിയാക്കി ഇവർ ഇങ്ങോട്ട് കേരളത്തിലോട്ട് പോന്നിട്ട് ഇവർ വേറൊരു സഭയിലാണ് പോകുന്നത്. എന്നാൽ ഇവിടെ ഒരു 40 ദിവസം ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട് എന്ന് കണ്ടിട്ട് ഈ ഹരിപ്രസാദിൻ്റെ ചർച്ചിൽ ഇവർ പോയതാണ്. ഈ ഒരു കുടുംബം പോയതാണ്. അവിടെ ഇവർ പോയിട്ട് ഇവർക്ക് ഒരു വീട് വിറ്റ കുറച്ച് പൈസ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. വീട് വിറ്റ ഒരു 38 ലക്ഷം രൂപ ഇവരുടെ കരത്തിലുണ്ടായിരുന്നു. എന്നിട്ട് ഇവർക്ക് മോൻ്റെ കല്യാണമൊക്കെ നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ നല്ലൊരു വീട് മേടിക്കുവാൻ വേണ്ടിയിട്ട് ആ പൈസയും വെച്ചിട്ട് ഇവരിയ്ക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ഫാസ്റ്റിംഗ് പ്രെയറിന് ഇവർ ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഹരിപ്രസാദിൻ്റെ അടുത്ത് ഇവർ ഇങ്ങനെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, എന്നെ പോലെ ഞങ്ങൾ വീട് വിറ്റ് ഒരു 38 ലക്ഷം രൂപ ഞങ്ങളുടെ കരത്തിലുണ്ട്, ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് വേണം പാസ്റ്റർ എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ ഹരിപ്രസാദ് എന്ത് ചെയ്തെന്നറിയാം, ഹരിപ്രസാദിൻ്റെ ആ കള്ളൻ ബുദ്ധി അങ്ങ് ഉണർന്നു. അപ്പോൾ ഹരിപ്രസാദ് പറഞ്ഞു, നിങ്ങളെ വേറെ വീട് മേടിച്ചു തരുവാൻ, വേറെ നല്ലൊരു വീട് മേടിച്ചു തരുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഇവർ വിചാരിച്ചു, പാസ്റ്ററാണല്ലോ, അറിയപ്പെടുന്ന പാസ്റ്ററാണ്, അപ്പോൾ ഇദ്ദേഹം ഞങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല സഹായം ചെയ്യും. കാരണം ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണല്ലോ. അപ്പോൾ ഇവർക്ക് സഹായം ചെയ്യുമെന്ന് കരുതി ഇവർ അദ്ദേഹത്തെ വിശ്വസിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, എനിക്കൊരു 42 ലക്ഷം രൂപ നിങ്ങൾ എനിക്കൊന്ന് ഒപ്പിച്ച് തരണം. വേറെ ഒന്നിനുമല്ല, എനിക്കിങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും എൻ്റെ ഒരു ചാരിറ്റിയിലോട്ട് ഇത്ര പൈസ സാങ്ഷൻ ആയിട്ടുണ്ട്, അതിൻ്റെ DD ആണിതെന്ന് പറഞ്ഞിട്ട് ഒരു വ്യാജ DD ഒക്കെ കാണിച്ചു. എന്നിട്ട് അതിന് കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്, അതെനിക്ക് കിട്ടണമെങ്കിൽ കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്, അതിന് എനിക്കൊരു 42 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പൈസ കിട്ടുമ്പോൾ തന്നെ ഞാനത് തിരിച്ചു തരാം, ഒപ്പം നിങ്ങൾക്ക് വേറെ വീടെടുക്കുവാൻ നിങ്ങളെ ഞാൻ സഹായിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഇവരുടെ പൈസ കൊണ്ട് തന്നെ വീടെടുക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തന്ന് വേറെ ആൾക്കാരൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്നും കൂടെ ഇദ്ദേഹം ഈ കുടുംബത്തോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതിൻ പ്രകാരം ഇവരെന്ത് ചെയ്തു, ഇവരുടെ കയ്യിൽ വീട് വിറ്റ 38 ലക്ഷം രൂപയുണ്ടായിരുന്നുള്ളൂ. ഇവരെന്ത് ചെയ്തു, വേറൊരു 4 ലക്ഷം രൂപയും കൂടി ഇവരുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ കടം മേടിച്ചു. അങ്ങനെ 42 ലക്ഷം രൂപ ഈ നമ്മുടെ കള്ളൻ ഹരിപ്രസാദിൻ്റെ കരത്തിലോട്ട് കൊണ്ടു കൊടുത്തു. ഓക്കെ, അങ്ങനെ ഇത് മേടിച്ച ഹരിപ്രസാദാണ് മുങ്ങിയിരിക്കുന്നത്. ഇനി നമ്മളുടെ ഈ ഹരിപ്രസാദ്, അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ കാരണം, ആ കുടുംബത്തെ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. അവർ ഇങ്ങനെ ഒരു ചതിയിൽ പെട്ടുപോയത്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുടുംബത്തെ ഇന്നലെ വിളിച്ച ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച പാസ്റ്റർ പറഞ്ഞത് അവരൊരു ഒരു നല്ലൊരു ഫാമിലിയാണ്, എന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്ക ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലേ, എന്താണ് ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയും. എന്തുകൊണ്ടാണ്? ഓവർ ശുദ്ധത്തരം ഉള്ളവരെയൊക്കെ പറ്റിച്ചെടുക്കും. അവരെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകത്തില്ല. അവരെ മറ്റുള്ളവരെ പറ്റിക്കും. അതുകൊണ്ടാണ് ഈ ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത്. അതുതന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇപ്പോൾ അവർക്ക് കിടപ്പാടം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ആ കുടുംബം മാറിയിരിക്കുകയാണ്. ആ പയ്യൻ്റെ കല്യാണം നടത്തേണ്ടതാണ്. അതുകൊണ്ടൊക്കെ ആ ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയിട്ടാണ് ഈ കള്ളൻ ഹരിപ്രസാദ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ബാംഗ്ലൂരിൽ നിന്ന് ദേവദാസൻ എന്നോട് പറഞ്ഞു, ഒരു നല്ലൊരു കുടുംബമാണ്, ഒത്തിരി പാസ്റ്റർമാരെ സഹായിക്കുകയും പാസ്റ്റർമാരോട് ഒത്തിരി ഭക്തി, എന്ന് വെച്ചാൽ പാസ്റ്റർമാരെ ഒത്തിരി ബഹുമാനിക്കുകയും ചെയ്യുന്ന, പാസ്റ്റർമാരെ എന്തെങ്കിലുമൊക്കെ പറയാൻ വരെ ഭയപ്പെടുന്ന ഒരു കുടുംബമാണിത് എന്നാണ് ആ ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ദൈവദാസൻ എനിക്ക് ഇവരെക്കുറിച്ച് തന്ന റിപ്പോർട്ട്, ഈ പറ്റിക്കപ്പെട്ട കുടുംബത്തെക്കുറിച്ച് തന്ന റിപ്പോർട്ട്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളുടെ പെന്തക്കൊസ്ത് ഗോളത്തിൽ പകുതി ആൾക്കാരും, അതായത് 75% ആൾക്കാരും സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കള്ളനെ കണ്ടാൽ അവൻ്റെ മുഖത്ത് നോക്കി നീ കള്ളനാന്ന് പറയുവാൻ ഇന്ന് പെന്തക്കൊസ്തുകാർക്ക് ധൈര്യമില്ല. എന്തുകൊണ്ടാണ് ആ ധൈര്യമില്ലാത്തതിൻ്റെ കാരണം? അത് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മുഴുവൻ എന്താണ്? പാസ്റ്റർമാർക്കെതിരെ പറഞ്ഞാൽ, പാസ്റ്റർമാർക്കെതിരെ സംസാരിച്ചാൽ പിന്നെ നിൻ്റെ കാര്യം പോക്കാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മുഴുവൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭയത്തിൻ്റെ സ്പിരിറ്റിനെ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരുടെ ഹൃദയങ്ങളിലേക്കും അങ്ങ് ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് പാസ്റ്റർമാർ എന്ത് ചെറ്റത്തരം കാണിച്ചാലും എന്താണ്, ഇന്ന് മിണ്ടാതെ വാ മൂടിയിരിക്കുന്ന ഒരു തരം വിശ്വാസികളായിട്ട് ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹം അധപതിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. എന്തിനേറെ പറയുന്നു, ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഒരു 2-3 കൊച്ചമ്മമാരും കൊച്ചപ്പന്മാരും ഒക്കെ വന്നിട്ട് കമൻ്റ് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത്, അത് ദൈവം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനി നിങ്ങളോട്, ഈ കൊച്ചപ്പന്മാരോടും ഈ എന്താ പറയുക, ഈ കൊച്ചമ്മമാരോടും എനിക്ക് പറയുവാനുള്ളത്, 9 വർഷം മുൻപ് ഈ മനുഷ്യൻ ചാലക്കുടിയിൽ ഈ പരിപാടി ഒപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ ചാലക്കുടിയും കോട്ടയവും തമ്മിൽ ഒത്തിരി ദൂരത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. ഇവൻ അവിടുന്ന് ഇവിടെ വന്ന് ഇവൻ ഈ തട്ടിപ്പ് കാണിക്കാൻ ഇവന് ധൈര്യം കിട്ടിയത് എവിടുന്നാണ്? ഇവൻ ആ ധൈര്യം കിട്ടിയത് ചാലക്കുടിയിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് ആ ധൈര്യം കിട്ടിയത്? ചാലക്കുടിയിൽ ഇവൻ തട്ടിച്ചെടുത്ത ഏതെങ്കിലും ഒരു വ്യക്തി സമൂഹത്തിൻ്റെ മുൻപിലോട്ട് ഈ ഒരു വിഷയത്തെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇവൻ ഇവിടെ കിടന്നുകൊണ്ട് കോട്ടയത്ത് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഇവൻ നടത്തുമായിരുന്നോ? നടത്തത്തില്ല. എന്തുകൊണ്ടാണ്? അവർ മൂടി വെച്ചു. അവിടെയും വിശ്വാസികളെയും പാസ്റ്റർമാരെയുമാണ് പറ്റിച്ചത്. ആരും മിണ്ടിയില്ല, മിണ്ടാതെ മൂടി വെച്ചു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നു. എവിടെ വന്നു? കോട്ടയത്ത് വന്നു. ഇനി കോട്ടയത്ത് വന്നിട്ട് ഇവന് ഈ തട്ടിപ്പ് കാണിച്ചപ്പോഴും ഈ വ്യക്തി, അതായത് ഈ തട്ടിപ്പിന് ഇരയായ വ്യക്തി വേറെ ഒരു ചാനലിലെ ഒരു പാസ്റ്ററിനെയും ഒക്കെയാണ് വിളിച്ചു പറഞ്ഞത്. അവരും ആളാരാന്നും വിവരം എന്താണെന്നും ഒന്നും പറയാതെ ഇങ്ങനെയൊന്ന് നൈസായിട്ടങ്ങ് കാര്യം അവതരിപ്പിച്ച് വിട്ടു. ഇനി അത് അങ്ങനെ അങ്ങ് വിട്ടിരുന്നുവെങ്കിലോ, അപ്പോഴും ഈ ഹരിപ്രസാദിൻ്റെ മുൻപിൽ അടുത്ത തട്ടിപ്പിൻ്റെ മേഖല തുറന്നു വരും. കാരണം ആർക്കും അറിഞ്ഞുകൂടാ, പേര് പോലും ആർക്കും അറിഞ്ഞുകൂടാ, ഇവൻ ആരാന്നും ആർക്കും അറിഞ്ഞുകൂടാ. ഇവൻ വേണമെങ്കിൽ പേര് മാറ്റിയാണെങ്കിൽ പോലും ഇവൻ എവിടെയെങ്കിലും പോയിട്ട് ഇവൻ്റെ ഈ അഭ്യാസ പ്രകടനം നടത്താമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിലോട്ട് കിട്ടിയതുകൊണ്ട് ഇവൻ്റെ പേര് പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ അവൻ്റെ ഫോട്ടോയും കൂടി എൻ്റെ തമ്പനയിൽ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ തമ്പനയിൽ ഇവൻ്റെ ഫോട്ടോയും കൂടി അങ്ങ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആളെ പിടുത്തം കിട്ടുമല്ലോ. ഇനി ഏത് പേരിൽ വന്നാലും നിങ്ങൾക്ക് ആളെ പിടുത്തം കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഓർക്കുക, പെന്തക്കൊസ്തുകാരുടെ പൈസ മറ്റുള്ളവൻ തട്ടിച്ചുകൊണ്ട് പോകുന്നതിൽ നിങ്ങൾക്ക് ആർക്കും വിചാരമില്ല. അവരെക്കുറിച്ച്, കള്ളനെക്കുറിച്ച് പറയുമ്പോഴാണോ നിങ്ങൾക്ക് ഇത്ര വലിയ ആത്മഭാരം അങ്ങോട്ട് പൊക്കത്തിലോട്ട് വരുന്നത്? ഇങ്ങനത്തെ ചുമ്മാ അഭ്യാസം നിങ്ങൾ ഇറക്കരുത്. എന്ന് വെച്ചാൽ അഭ്യാസം ഇറക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ചുമ്മാ വന്നിട്ട് കാര്യം അറിയാതെ വന്നിട്ട് ചുമ്മാ കിടന്നുകൊണ്ട് അതിവിശുദ്ധൻ്റെ എന്താ പറയുക കുപ്പായം എടുത്ത് അണിയരുത്. ഈ അടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ കമൻ്റ് ഇട്ടവരോടാണ് ഞാൻ പറയുന്നത്. അവർക്ക് അവിടെ തന്നെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് അറിയുമോ? ഒരു ആൻറ്റി വന്ന് പറഞ്ഞേക്കുക, ഇങ്ങനെ എന്തിനാ ഇവരെക്കുറിച്ചൊക്കെ പറയാൻ നിൽക്കുന്നത്? അതും അതിരാവിലെയാണ് പുള്ളിക്കാരത്ത് മെസ്സേജ് ഇട്ടേക്കുന്നത്. എന്താ ഇട്ടേക്കണം? ഇങ്ങനെ നല്ല ദൈവദാസന്മാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഇരുന്നങ്ങ് പ്രാർത്ഥിച്ചുകൂടെയെന്ന്. ആൻറ്റിയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി പോയിട്ടങ്ങ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ വേറൊരു സഹോദരൻ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പുള്ളി പറഞ്ഞത്, ഈ അതിരാവിലെ വന്ന് ഈ ചാനലിൽ വന്ന് കമൻറ്റ് ഇടുന്നതിന് പകരം ആൻറ്റിക്ക് അതിരാവിലെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ മേലായിരുന്നു. അത് സത്യമല്ലേ? ഈ അതിരാവിലെ ഈ ചാനലുകളൊക്കെ യൂട്യൂബിലോട്ടാണ് നിങ്ങൾ വരേണ്ടത്. ഈ അതിവിശുദ്ധന്മാരല്ല, അല്ലെങ്കിലും ഒരു സാധാ വിശ്വാസികളാണെങ്കിലും ഇന്ന് യൂട്യൂബ് തുറന്ന ലൈവ് പ്രോഗ്രാമുകളാണ്. അതിരാവിലെ ദൈവസന്നിധിയിൽ, അതിരാവിലെ കർത്താവിനോടുകൂടെ, അതിരാവിലെ പ്രാർത്ഥന, ഇതൊന്നും പറഞ്ഞുകൊണ്ട് കുറേ പാസ്റ്റർമാരടക്കം ഇന്ന് ലൈവ് നടത്തുന്നുണ്ട്. ഈ അതിരാവിലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാനൊരു സാധാ വിശ്വാസിയാണ്. ഞാൻ ഈ അതിരാവിലെ ഒരു യൂട്യൂബ് ചാനലിൽ, എൻ്റെ സ്വന്തം ചാനലിൽ എത്ര ലൈക്ക് കിട്ടിയെന്നോ, എത്ര കമൻറ്റ് വന്നുവെന്നോ, എത്ര വ്യൂവേഴ്സ് കിട്ടിയെന്നോ നോക്കാൻ ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് വരാറില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അതിരാവിലെ ഒരു മണിക്കൂർ, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നമ്മൾ എഴുന്നേറ്റിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പോകുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ അടുത്തോട്ടും TV-യുടെ അടുത്തോട്ടും അടുക്കളയിലോട്ടും ഒക്കെ നമ്മൾ പോകാവുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു സാധാ വിശ്വാസിയാണ്, എൻ്റെ ഒരു അഭിപ്രായം അതാണ്. അല്ലാതെ അതിരാവിലെ അവർ നല്ല സമയത്തൊന്നും വന്നിട്ട് നിങ്ങൾ ചുമ്മാ എന്താ പറയുക യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിലോട്ട് വന്നിരിക്കരുത്. അത് എൻ്റെ ചാനലാണെങ്കിൽ പോലും, വേറെ ഏത് പാസ്റ്റർമാരുടെ ചാനലാണെങ്കിൽ പോലും നിങ്ങൾ പോയിരിക്കരുത്. 1 മണിക്കൂറെങ്കിലും നമ്മളുടേതായ ഒരു പേഴ്സണൽ പ്രാർത്ഥന അവരവിടെ പറയുന്നു, നമ്മൾ കേൾക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയ പറയുന്നു. അതല്ല ജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യം. ഈ ഒരു ദിവസം നമ്മൾക്ക് അറിഞ്ഞുകൂടെ ഏതൊക്കെ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും, ഏതൊക്കെ പ്ലാനുകളും പദ്ധതികളും പിശാച് നമ്മൾക്കെതിരെ ഒരുക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് 1 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ വാ കൊണ്ട് പ്രാർത്ഥിക്കണം. ഈ നമ്മൾക്ക് വാ തന്നത് നമ്മളുടെ ദൈവമല്ലേ, ആ ദൈവത്തെ നമ്മളൊന്ന് സ്തുതിക്കണം.
എന്നിട്ട് എന്താണ്, നമ്മളുടെ വാ കൊണ്ട് നമ്മൾ വചനം പറയണം. അല്ലാതെ വല്ലവരും വചനം പറയുന്നത് കേട്ടിട്ട് ആമേൻ പറയുകയല്ല വേണ്ടതെന്ന് നമ്മുടെ വാ കൊണ്ട് നമ്മൾ പറയണം. എന്നാലേ നമ്മളുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കത്തുള്ളൂ എന്ന് എൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, കാരണം എന്താണെന്ന് അറിയാമോ, ഈ ആൻറ്റി വന്ന് അത്രയും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ അതിരാവിലെ കമൻ്റ് ഇടാനും അതിരാവിലെ വല്ല യൂട്യൂബ് ചാനൽ തുറന്ന് നോക്കാനും പോകാതെ നമ്മളുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ നമ്മൾ ഇതിനകത്തോട്ടൊക്കെ കാലെടുത്ത് വെക്കാവുള്ളൂ. ഇനി ഇതുപോലെ ഈ ആൻറ്റീനെ പോലെ ഒന്ന് രണ്ട് അച്ചായന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ പോലെ അതിവിശുദ്ധന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പണ്ടത്തെ നോക്കിയ 3310 നല്ല സെറ്റ്, സൂപ്പർ സെറ്റ്, ഞാനത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സെറ്റ്, അത് മേടിക്കുക. അത് മതിയെന്നേ, നിങ്ങളെപ്പോലുള്ളവർക്ക് അത് മതി. എന്നിട്ട് ഈ നമ്മുടെ എന്താ പറയുക, ഈ സ്മാർട്ട് ഫോണൊക്കെ ഏതെങ്കിലും പാവപ്പെട്ട ദേവദാസന്മാർക്ക് കൊടുക്കുക. എന്നിട്ട് അവരോട് കൊടുത്തിട്ട് വേറെ പാസ്റ്റർ ഇത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങളുടെ മിനിസ്ട്രി വിപുലീകരിക്കാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. അതല്ലാതെ യൂട്യൂബ് ചാനൽ ഇതുപോലെ നമ്മൾ പറയുന്ന, ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഈ കള്ളനെക്കുറിച്ചാണ് പറയുന്നത്, ഇതൊക്കെ മുഴുവൻ ഇരുന്ന് കേൾക്കുകയും ചെയ്യും. എന്നിട്ട് അതിൻ്റെ അടി വന്നിട്ട് അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നതിനകത്ത് വല്ല ലോജിക്കുണ്ടോ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? ഓക്കെ, ആ ടോപ്പിക്ക് ഞാൻ അവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു കുടുംബത്തിൻ്റെ ചരിത്രം നിങ്ങൾ വേറെയും എടുക്കണം. ഈ പറ്റിക്കപ്പെട്ട കുടുംബത്തിൻ്റെ ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് എന്നിട്ട് എന്നെ ഇന്നലെ വിളിച്ച ദേവദാസൻ വരെ ഇവരോട് കുറേ ചോദിച്ചു, നിങ്ങളെ ഏത് പാസ്റ്ററാ പറ്റിച്ച്, അവൻ്റെ പേര് പറ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ ദേവദാസൻ ഷൗട്ട് ചെയ്ത് ഇവരോട് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ഇവർ ആ പുള്ളിയുടെ പേരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തത്. കാരണം അത്രയും ഭയമാണ്. നമ്മൾ അങ്ങനത്തെ വിശ്വാസികളായിട്ടല്ല നമ്മൾ വളരേണ്ടത്. നമ്മളുടെ ദൈവത്തിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്, ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പിന്നെ നല്ല ദൈവദാസന്മാർ, നമ്മൾ പോകുന്ന സഭകളിലുള്ള നല്ല ദൈവദാസന്മാരാണെങ്കിൽ അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവരോട് നിന്നും എന്താ പറയുക, അവരെ നമ്മൾ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ ലോകത്തിലുള്ള എല്ലാ കള്ളന്മാരും മുന്നിലൊരു പാസ്റ്റർ എന്ന പേരുള്ളത് കൊണ്ട് അവരെ എല്ലാം അങ്ങ് ബഹുമാനിച്ച് കളയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. ഓക്കെ, അങ്ങനത്തെ ഒരു കുടുംബമാണിത്. അപ്പോൾ അവരെ പറ്റിച്ചില്ലെങ്കിൽ അതിശയിക്കാനുള്ളൂ. എന്നിട്ട് ഈ കുടുംബം അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തത്, ഈ 38 ലക്ഷം കയ്യിലുണ്ടായിരുന്നതും 4 ലക്ഷം കടം മേടിച്ച് അങ്ങനെ 42 ലക്ഷം രൂപ ഈ ഹരിപ്രസാദിൻ്റെ കരത്തിലോട്ട് കൊണ്ട് കൊടുത്തു. ഓക്കെ, ഇനി ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ കാരണം, പലരും അവർ എന്തെങ്കിലും ദുഷ്ടലാക്കോടെ ആയിരിക്കും ഈ പൈസ കൊടുത്തതെന്നൊക്കെ അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ആ കുടുംബം ഒരു ശുദ്ധ ഫാമിലിയാണ്. അവർ തെറ്റുകളൊന്നും ചെയ്തില്ല. ഇനി അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് ആ ഭാര്യയുടെ, അതായത് ഈ നമ്മുടെ പറ്റിക്കപ്പെട്ട കുടുംബത്തിൻ്റെ ആ കുടുംബനാഥൻ്റെ വൈഫ് നേഴ്സാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു അടുത്ത ബന്ധു നമ്മുടെ ഒരു നല്ല ഹയർ ലെവലിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഓർത്ത് നോക്കിക്കേ, പറ്റിക്കപ്പെട്ട വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. അവരൊക്കെ അപ്പോൾ ഏത് ലെവലിലിരിക്കുന്നതാണ്? ഞാൻ പറയുവാണെങ്കിൽ ഇത്രയും പൈസ ഈ ഒരു കള്ളൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നതിന് മുൻപേ അറ്റ്ലീസ്റ്റ് ആ പോലീസ് ഓഫീസറോടെങ്കിലും ഒരു വാക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഈ കള്ളന്മാരെക്കുറിച്ചുള്ള ഒരു എവിഡൻസ് അവരുടെ കയ്യിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകത്തില്ലേ? അല്ലെങ്കിൽ ഇവർ ഇവരുടെ ആരോടെങ്കിലും ഒന്ന് അന്വേഷിച്ച് ഇവർക്കത് കണ്ടെത്തുവാൻ പറ്റുമായിരുന്നു അല്ലേ? അവരോട് പോലും പറയാതെ, ആ പോലീസ് ഓഫീസറോട് പോലും പറയാതെ ഇവർ കൊണ്ടുപോയി ഒരു വലിയ കുരുക്കിൽ പെട്ടു. ഇനിയിപ്പം അദ്ദേഹമൊക്കെ ഇതിനകത്ത് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവർ കണ്ടുപിടിക്കും. ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇവനത് അട്ടിച്ചു പൊളിക്കും. കാരണം ഇവനറിയാം തട്ടിച്ചെടുത്ത പൈസ കിട്ടത്തില്ലെന്ന് ഈ പുള്ളിക്കറിയാം. കാരണം ഇവൻ ചില്ലറക്കാരനല്ല. ഈ ഹരിപ്രസാദ് വെറും ഹരിപ്രസാദ് അല്ല, പുള്ളി റെവറൻ ഡോക്ടർ ഹരിപ്രസാദാണ്. ഓർക്കുക, ഈ പുള്ളിക്ക് വചനം അറിയാം. നിങ്ങൾ ചാനലിൽ ചെന്ന് നോക്ക്. ഞാൻ പറയാം, PMI വേൾഡ് മിനിസ്ട്രീസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ മിനിസ്ട്രീസിൻ്റെ പേര് അതേ പേരിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലുള്ളത്. PMI വേൾഡ് മിനിസ്ട്രീസ്, റവറൻ ഡോക്ടർ ഹരിപ്രസാദ്. നിങ്ങൾ അടിച്ചു നോക്കുക. ഒരു ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് കണ്ടാൽ നമ്മൾക്കറിയാം ഒരു പുള്ളി ഒരു ഹാഫ് മലയാളിയും ഒരു ഹാഫ് തമിഴനും കൂടിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ചരിത്രത്തിലോട്ട് വരാം. ഈ ഹരിപ്രസാദിൻ്റെ ഭാര്യ ഒറിജിനലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഭാര്യ ഒരു ബ്രാഹ്മൺ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ, ഇനി അതുകൂടാതെ ഹരിപ്രസാദിന് വേറെ 3 പൊണ്ടാട്ടികളും കൂടി ഉണ്ട് എന്നാണ് എന്താ പറയുക കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പുള്ളിയും ഹാഫ് തമിഴനാണെന്നാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. ഒന്നെങ്കിൽ ഇവർ വർഷങ്ങൾക്ക് മുൻപേ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സെറ്റിലായത്, അല്ലെങ്കിൽ ഹാഫ് അവിടെയും ഇവിടെയും 2 പേർക്കും കൂടെ ഉണ്ടായ ഒരു കുഞ്ഞാണ് ഈ ഹരിപ്രസാദ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ എന്തായാലും പകുതി അണ്ണനുമാണ് പകുതി മലയാളിയുമാണ്. അങ്ങനെയാണ് ഈ ഹരിപ്രസാദ് എന്ന് പറയുന്ന പുള്ളി. ഓക്കെ, ഈ പുള്ളിയാണ് 100% ലിറ്ററസിയുള്ള നമ്മുടെ മലയാളികളെ വന്ന് പറ്റിച്ചെടുത്തത്, നിഷ്പ്രയാസം പറ്റിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം കേട്ടോ.
ഇനി അതവിടെ നിൽക്കട്ടെ. ഈ പുള്ളിയുടെ സ്വഭാവം വെച്ച്, കാരണം ഒരു നിയമപരമായ ഭാര്യയും വേറെ 3 പൊണ്ടാട്ടികളും ഒക്കെ രഹസ്യമായിട്ട് കൊണ്ട് നടക്കുന്ന പുള്ളി മിക്കവാറും ആ പൈസ കൊണ്ട് വല്ല തായ്ലാൻഡ് മസാജ് സെൻറ്ററിലോട്ട് പോകാനാണ് ചാൻസ്. കാരണം പുള്ളിക്കറിയാം ആ പൈസ നിൽക്കത്തില്ലെന്ന്. അതുകൊണ്ട് മിക്കവാറും പുള്ളി കിട്ടിയതായി എന്ന് പറഞ്ഞ് അടിച്ചു പൊളിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ടാകുവാനാണ് ചാൻസ്. ഇനി അത് കണ്ടറിയാം. ഓക്കെ, കാരണം ഈ പുള്ളിയുടെ സ്വഭാവം അങ്ങനെയാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ പുള്ളി അങ്ങോട്ട് പോകാനാണ് ചാൻസ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടിയല്ലോ. നമ്മൾ ഈ പുള്ളിയുടെ ചാനലിലോട്ടൊന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ പുള്ളി നല്ല വചനം പറച്ചില്ല എന്ന് വെച്ചാൽ കുറവുകൾ വരെ പറയും പുള്ളി പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുന്നത് നമ്മളുടെ ജീവിതത്തിൽ കുറവുകളുള്ളത് കൊണ്ടാണ്. അത് പറഞ്ഞു. പുള്ളിക്ക് 3 ഇന്നോവ കാറൊക്കെ ഉള്ളത് കേട്ടോ. ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇടുള്ളൂ. അതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. 2 നില വീടുകളിലേ താമസിക്കൂ, അതൊക്കെയാണ് പുള്ളി. എന്നിട്ട് ഈ പുള്ളി വേറൊരു വീഡിയോയിൽ പുള്ളി പിന്നെ ശുശ്രൂഷയിൽ പറഞ്ഞിരിക്കുന്നതാണ്, എന്താ പറയുക, നമ്മൾ വലിയ ആർഭാടമൊന്നും നമ്മൾ വേർപെട്ട വിശ്വാസികളാണ്, നമ്മൾ ആർഭാട ജീവിതമൊന്നും നയിക്കരുതെന്ന്. ഉപദേശത്തിന് ഒരു കുറവുമില്ല, പുള്ളി എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പുള്ളിയാണ് ഇത്രയും വലിയ തട്ടിപ്പ് കാണിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പുള്ളി, കാരണം അത്രയും വചനമൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഈ പുള്ളി ഇറങ്ങിയപ്പോൾ കൃപയിലായിരുന്നിരിക്കണം. അതിനുശേഷം ഇതിനകത്തെ ഒരു പറ്റിക്കപ്പെടാൻ പറ്റിയ, അല്ലെങ്കിൽ പറ്റിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ എനിക്ക് ഉഴുതു മറിക്കുവാൻ പറ്റിയ ഒരു മേഖലയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഫ്രോഡ് പണിക്ക് ഇറങ്ങിയതായിരിക്കണം. അങ്ങനെയാണല്ലോ കൃപയിൽ നിന്നവരൊക്കെ വീണു പോകുന്നത്, അങ്ങനെയാണല്ലോ. അങ്ങനെ വീണു പോയതാവാനും ചാൻസ് ഉണ്ട്. ഇനി ഒന്നെങ്കിൽ ഈ പുള്ളി ജന്മം തൊട്ടേ ഒരു ഫ്രോഡാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന് പുള്ളി ഒരു ഫ്രോഡായിട്ട് മാറിയതാകാം, അറിഞ്ഞുകൂടാ. എനിവേ, എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് പാസ്റ്ററാണെങ്കിലും ഏത് വിശ്വാസിയാണെങ്കിലും നമ്മൾ കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? നമ്മൾ ചുമ്മാ പൈസയൊക്കെ ഒരാളും ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്ററുമായിട്ട് ഇത്രയും അടുപ്പം പുലർത്തുന്ന ആ വ്യക്തി ഒരു വാക്ക് പാസ്റ്ററിനോട് പോലും ഒന്ന് വിളിച്ച് ചോദിച്ചില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അനുവദിക്കത്തുണ്ടായിരുന്നില്ല, അത് കൊടുക്കരുതെന്ന് ഞാൻ ഇവരെ ഉപദേശിക്കുമായിരുന്നു എന്നാണ് ആ ദേവദാസൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുരുക്കുകളിലേക്ക് നിങ്ങൾ ചെന്ന് ചാടുന്നതിന് മുൻപേ ആരോടെങ്കിലും ഒന്ന് പറയുക. കാരണം ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപദേശം പറഞ്ഞു തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ PMI വേൾഡ് മിനിസ്ട്രി റവറൻഡ് ഡോക്ടർ ഹരിപ്രസാദ്, നിങ്ങളൊന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കോ, ആ പുള്ളിനെ നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. കാരണം ഈ പുള്ളിയുടെ രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. ഇവനെ കുറ്റവാളിയാക്കി കോടതി ഇവനെ മുദ്ര കുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ പുള്ളിയുടെ ഫോട്ടോ ഞാൻ തമ്പനെയിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ എനിക്ക് വീഡിയോയുടെ ഇടയ്ക്ക് ഈ പുള്ളിയുടെ ഫോട്ടോ ചേർക്കുവാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് വിരുദ്ധമായതുകൊണ്ട് എന്തെങ്കിലും വിഷയം വരുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തമ്പനെയിൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അത് നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയി കണ്ടെത്തുക. റവറൻഡ് ഡോക്ടർ ഹരിപ്രസാദ് PMI വേൾഡ് മിനിസ്ട്രീസ് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. എന്തായാലും ഈ ചാനൽ കാണുമ്പോൾ അത് അടിച്ചു നോക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ അടിച്ചു നോക്കുക. ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട്, ചുരുണ്ട മുടിയൊക്കെ വെച്ചിട്ട്, നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ മലയാളിയല്ല, ഒരു തമിഴ് ലുക്കും കൂടി ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മൾ അതും കൂടി ഒന്ന് കണ്ടെത്തുക. പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിയുടെ 40 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ നടത്തിയപ്പോൾ അവിടെ വന്നത് നമ്മൾ ഇപ്പോൾ ഈ ഹരിപ്രസാദിനെയും ഞാൻ ആദ്യമായിട്ടാണ് പുള്ളിനെ പേര് കേൾക്കുന്നതും ഇദ്ദേഹത്തെ കാണുന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ആർക്കും വലിയ പരിചയമൊന്നും ഇല്ല ഈ പുള്ളിനെ. ഇതുപോലെ എല്ലായിടത്തും കൊണ്ട് തലവെച്ച് കൊടുക്കുന്നവർക്ക് മാത്രമേ ഈ പുള്ളിനെ പരിചയമുള്ളൂ. അതുപോലെ തന്നെ ഈ പുള്ളിയുടെ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് വന്നതും വലിയ 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 നമ്മൾ അറിയപ്പെടുന്ന ദേവദാസന്മാരൊന്നും അല്ല വന്നേക്കുന്നത്. കുറച്ച് പരൽമീനുകൾ എന്ന് വെച്ചാൽ ഈ ന്യൂ ജനറേഷൻ പോലത്തെ കുറച്ച് പാസ്റ്ററുകളുണ്ടല്ലോ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ പ്രവചനമൊക്കെ വരുന്ന കുറച്ച് പാസ്റ്റർമാരൊക്കെയാണ് അവിടെ ചെന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ അറിയപ്പെടുന്ന നല്ല ദേവദാസന്മാരൊന്നും അവിടെ പോയിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ എല്ലാവരെയും ഇതിനകത്തോട്ട് കാടടച്ച് വെടിവെക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദാംശങ്ങൾ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് പുള്ളിനെ ഒന്ന് കണ്ട് ഒന്ന് ഇരിക്കുക. എന്നിട്ട് ആ ഫോട്ടോയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററിനും അങ്ങനെ ഒക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. പാസ്റ്റർമാരാണെങ്കിൽ നിങ്ങൾ അടുത്ത പാസ്റ്റർമാർക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം ഇവൻ പേര് മാറ്റി ഇനി അടുത്ത സ്ഥലത്ത് വന്നാലും നമ്മൾക്ക് ആളെ കണ്ട് മനസ്സിലാക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ പെന്തക്കോസ്തുകാർ അല്ലേ, നമ്മൾ ഒത്തിരി ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും ഒക്കെ ഉണ്ട്, നമ്മൾക്ക് പോരാട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതല്ലേ. അപ്പോൾ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ 1 രൂപ ആരുടെ പറ്റിച്ചെടുത്ത് ഉണ്ടാക്കിയ ഒരു
കുടുംബമല്ല. അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെയാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അതുകൊണ്ട് നമ്മുടെ പെന്തക്കോസ്തുകാരുടെയും അല്ലെങ്കിൽ ആരുടെയും ആകട്ടെ, ഒരു മനുഷ്യന്മാർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഇതുപോലെയുള്ള കള്ളന്മാർ അടിച്ചുകൊണ്ട് പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എത്ര ഇനീഷ്യേറ്റ് എടുത്ത് ഞാനിത് ചെയ്യുവാനായിട്ടുള്ള കാരണം എന്നും കൂടെ ഞാൻ അറിയിക്കുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.